ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്രൻ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം പറയുന്നത് കേട്ട് വേദ അങ്ങ് ഞെട്ടാണ്. ജീന അവള് പോയി. ജീന മരിച്ചെന്ന് അറിയുമ്പോ വേദയ്ക്ക് അങ്ങ് സങ്കടാകും. നിന്നെ വാനിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോ രക്ഷിക്കാനായിട്ട് അവള് പുറകെ ഓടിയതാ. സൈഡിലൂടെ ലോറി വരുന്നത് അവള് കണ്ടില്ല. നിന്നെ വണ്ടി കയറ്റിക്കൊണ്ടുപോയത് ആരും കണ്ടില്ല. പക്ഷേ അവളൊരു വണ്ടിയുടെ പിന്നാലെ ഓടുന്നത് കണ്ടവരുണ്ട്. അവൾ ഓട്ടോ നിറഞ്ഞോടിയത് നിന്റെ പുറകെ തന്നെയായിരിക്കും അല്ലേ വേദ എന്ന് വയ്ക്കുമ്പോ വേദ ആ സങ്കടത്തോടു കൂടെ അങ്ങ് പൊട്ടിക്കറിയണേ, ഒന്നും പറയാനില്ലാതെ. അത് കാണുമ്പോ വിക്രം ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് വേദയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് വേദയുടെ തോളിൽ കൈയിട്ടിട്ട് സമാധാനിപ്പിക്കണേ. പോലീസിനെതിരെ ഇടപെടേണ്ടെന്ന് കരുതി ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ. വേദ പറയും, അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി മടങ്ങി വന്നത് അവളുടെ ഓട്ടോയിലാ. ആ ഓട്ടോയിൽ നിന്നാ അവരെന്നെ പിടിച്ചോണ്ട് വന്നത്. പക്ഷെ ആ ഓട്ടോ അവളെന്റെ പിന്നാലെ ഓടി വന്നത് ഞാൻ കണ്ടില്ല വിക്രം. വിക്രം പറയും, ആ മരണത്തിലെ നിനക്ക് നേരിട്ടൊരു പങ്കുമില്ല. വേദ ഇങ്ങനെ അല്ല, എന്നാലും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. വിക്രം പറയും, അല്ല, നിന്നെ വാസ്തവന്റെ ആൾക്കാർ പിടിച്ചോണ്ട് പോയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഇതിന്റെ കാരണം നീയല്ല. വേദ അപ്പോഴും ഇങ്ങനെ സങ്കടത്തോടു കൂടെ കരയുമ്പോ വിക്രം വേദയെ തന്റെ മാറോട് ചേർത്ത് പിടിക്കണേ. വേദ ഇങ്ങനെ വിക്രമിന്റെ മാറോട് ചേർന്ന് കിടന്നിട്ട് ആ സങ്കടം കരഞ്ഞു തീർക്കണേ. അതിനുശേഷം മാഷിന്റെ വീട്ടിലാണ്. അവിടെ പത്മവും മുത്തശ്ശിയും ഉണ്ടല്ലോ. ആകെ വിഷമത്തില എല്ലാവരും. ശ്രീജ പറയും, നിങ്ങൾ പേടിക്കാതിരിക്കെ, അവർക്കൊന്നും സംഭവിക്കില്ല. വേദയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വിക്രം മനസ്സുകൊണ്ട് സമ്മതിക്കില്ല മുത്തശ്ശി, അതെനിക്ക് ഉറപ്പുണ്ട്. നേരിട്ട് കാണുമ്പോ ചാടി കടിക്കുന്നേ ഉള്ളൂ. രണ്ടുപേരുടെ ഉള്ളില് പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. ഒരു കൂരയ്ക്ക് താഴെ അല്ലെങ്കിൽ ഇങ്ങനെ കഴിയാൻ പറ്റുന്നേ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്നെ വിളിച്ചതുപോലെ വിക്രമിനെയും വിളിച്ചതല്ലേ? അവനെന്താ പറഞ്ഞത്? അവൾ ഇവിടെ ഉണ്ടെന്ന് കരുതിയാ വിക്രമിനോട് ഞാൻ സംസാരിച്ചത്. മുത്തശ്ശി അവളെ കുറിച്ച് ഒട്ടും പേടിക്കണ്ടെന്ന് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ, അവർ ഒരുമിച്ച് തന്നെ ഉണ്ടാകും. പത്മ ചോദിക്കും, ഉറപ്പാണോ ശ്രീജെ? രണ്ടാളും കൂടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടേക്കെങ്കിലും കറങ്ങി നടക്കുമായിരിക്കും. ഇങ്ങനെ കുറച്ച് കുസൃതികളെ വിക്രമിന് പതിവാ. ഇപ്പൊ കൂടെ കൂടി വേദയും അങ്ങനെ ആയിക്കാണും. അത്രേ ഉള്ളൂ. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോ ഒരു ആശ്വാസമുണ്ട്. അമ്മയ്ക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. വൈകുന്നേരത്തിനുള്ളില് വേദയൊക്കെ തിരിച്ചെത്തും. അവളെ കൊണ്ട് ഞാൻ തന്നെ വിളിപ്പിച്ചോളാം, പോരെ? മതി മോളെ. അപ്പൊ പത്മം പറയും, ഈ കുട്ടിയുടെ സംസാരം കേൾക്കുമ്പോ ഒരാശ്വാസം തോന്നുന്നുണ്ട് കമലം. എങ്കിൽ ഞങ്ങൾ വരട്ടെ. അപ്പൊ കമല ഇങ്ങനെ മൂളും. മുത്തശ്ശി പറയും, കാച്ചി വെച്ച നറുപാല് പോലെയാണ് കമലയുടെ വീടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്ത് ചെയ്യാൻ, ഒരു കാഞ്ഞിരക്കുരു പോരെ അത് നശിപ്പിക്കാൻ. അത് കേൾക്കുമ്പോ നന്ദിനി ഇങ്ങനെ തുറച്ചു നോക്കും. അപ്പൊ വിനായകനും മനസ്സിലാവുന്നുണ്ട് അവളെക്കുറിച്ച് പറഞ്ഞതാണെന്ന്. എന്നിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ശ്രദ്ധിക്കണേ. അങ്ങനെ മുത്തശ്ശി പറയും, വരട്ടെ കമലെ, വരട്ടെ മഷേ എന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങണേ. വിനായകൻ ഇങ്ങനെ നന്ദിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇവരോടൊപ്പം പോവും. എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. നന്ദിനി മാത്രം ഇത് കേട്ടതോടു കൂടി വരുന്നില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അറിയിക്കണേ. മാഷി പറയും, ഉറപ്പായി. വിക്രം പോവാൻ സാധ്യതയുള്ള സ്ഥലത്തേക്കെല്ലാം എന്റെ മക്കൾ ഇപ്പൊ തന്നെ പോകും. ഇന്ന് തന്നെ അവരെ കണ്ടെത്തുകയും ചെയ്യും. മുത്തശ്ശി പറയും, ശരി, എങ്കിൽ പിന്നെ യാത്രയില്ല, വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണേ. പോയി കഴിഞ്ഞാല് മാഷി പറയും, നന്നായി ശ്രീജെ, നീ അവരെ നന്നായി ഹാൻഡിൽ ചെയ്തു. ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. വിശ്വത്തിനിന്ന് ഓഫീസിൽ പോണോ? വിശ്വം പറയും, ലീവാക്കണമെങ്കിൽ ലീവാക്കാം. KCB പോയിട്ട് കറണ്ടിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കണം. വിനായകൻ പറയും, അത് ഞാൻ പോയിക്കോളാച്ചാ. അപ്പൊ വിശ്വം പറയും, എങ്കിൽ പിന്നെ വിക്രവും വേദയും എവിടെയാ പോയതെന്ന് ഞാൻ അന്വേഷിക്കാം. കമലെ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവാണേ. വിനയനും പോകും. അപ്പോ വിശ്വം പറയും, ശ്രീജെ, നീ ആള് കലക്കി കളഞ്ഞല്ലോ. അച്ഛൻ അത്രയ്ക്ക് എളുപ്പത്തിൽ നല്ലത് പറയുന്ന ആളല്ല. അപ്പോ ശ്രീജ പറയും, ആര് പറഞ്ഞു? നിങ്ങൾ മക്കള് പറയിപ്പിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാ എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് ശ്രീജ അവിടുന്ന് പോവാ. ഒത്തില്ല, ഒന്നുകൂടെ കുളിക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞ് നിൽക്കണേ വിശ്വം അവിടെ. പിന്നീട് കാണിക്കുന്നത് കാട്ടിനകത്ത് തന്നെയാണ്. വേദ ഇപ്പോഴും ആ സങ്കടത്തിന്ന് കരകയറിയിട്ടില്ല. വിക്രം പറയും, ജീനയുടെ കാര്യം പറഞ്ഞാലേ നീ സങ്കടത്തിലാവുന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയേണ്ടിരുന്നത്. അത് ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അവര് എല്ലായിടത്തും അരിച്ചു പറക്കും. ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകം പോലും അറിയില്ല. വാ, ആദ്യം രക്ഷപ്പെടാൻ നോക്കാം. എഴുന്നേൽക്കേ എന്ന് പറഞ്ഞ് വിളിക്കണേ. അങ്ങനെ ഇവരിവിടെ നിന്ന് സംസാരിക്കുന്നത് ആ ഗുണ്ടകളിൽ ഒരാൾ കാണാണ്. ഡാ, അതാ അവര്, വാ എന്ന് ബാക്കിയുള്ള ഗുണ്ടകളെയും കൂടെ വിളിക്കുമ്പോ ഇത് വിക്രവും വേദയും കേൾക്കണേ. വേഗം വാ എന്ന് പറഞ്ഞ് വിക്രം വേദയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. വേദയ്ക്ക് ഓൾറെഡി കാലിന് വയ്യാത്തതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. അതാണെങ്കിൽ പാറക്കെട്ടൊക്കെ നിറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്കും ഗുണ്ടകൾക്കും ഇവരുടെ പിന്നാലെ പെട്ടെന്ന് വരാനും പറ്റുന്നു. ഗുണ്ടകൾ അവിടെ എത്തുമ്പോഴേക്കും അവര് പോയിട്ടുണ്ട്. ഇതുവഴിയല്ലേ വന്നത്? അതെ, ഈ വഴി തന്നെ, വാ എന്ന് പറഞ്ഞിട്ട് അവര് തെരച്ചിൽ നടക്കണേ. വിക്രവും വേദയാണെങ്കില് മുന്നിൽ കാണുന്ന വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് പത്മവും മുത്തശ്ശിയും വീട്ടിലെത്തിയിട്ടുണ്ട്. പത്മം നിന്ന് ഇങ്ങനെ കരയുമ്പോ മുത്തശ്ശി സമാധാനിപ്പിക്കണേ, നീ ഇങ്ങനെ കരയല്ലേ, അവർക്കൊന്നും സംഭവിക്കില്ല.
ഇത് വർഷം അങ്ങോട്ട് വരുമ്പോ കേൾക്കണേ. ഇത് കേൾക്കുമ്പോ അങ്ങോട്ട് പോവാതെ എന്താന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മറഞ്ഞു കേൾക്കുക. എങ്കിലും ആലോചിക്കുമ്പോ ഒരു മനസ്സമാധാനം ഇല്ല. കുട്ടികൾ എങ്ങോട്ടാ പോയതെന്ന് അറിയാതെ. ഈശ്വര, ഒന്നും വരുത്തരുതേ. ഇത് കേൾക്കുന്ന വർഷ വേഗം ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലും. ദേ, നിങ്ങളുടെ അമ്മ ഭയങ്കര കരച്ചിലാണല്ലോ. വേദയ്ക്കും വിക്രമിനും എന്തോ പറ്റിയിട്ടുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞ കരച്ചില്. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് അമ്മേ അമ്മേ എന്ന് വിളിക്കുമ്പോ പത്മവും മുത്തശ്ശിയും കിച്ചണിന് അവരുടെ അടുത്തേക്ക് വരിക. എന്താ ശ്രീകാന്തേ, അമ്മ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ച് ശ്രീ അടുത്തേക്ക് ചെല്ലും. ഞാൻ കരഞ്ഞില്ലല്ലോ. അപ്പൊ വർഷ പറയും, അമ്മ നുണ പറയണ്ട, അമ്മ കരയുന്നത് ഞാൻ കണ്ടതാണല്ലോ. എന്താ വേദയ്ക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞത്? അമ്മ കാര്യം പറ. അപ്പൊ അമ്മ മുത്തശ്ശിയെ നോക്കും. മുത്തശ്ശി പറയും, അത് മോനെ, അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയ വേദ വിക്രമിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഇത് കേൾക്കുമ്പോ ശ്രീകാന്തും വർഷയും ഞെട്ടും. വർഷയ്ക്കും അമ്മ എന്തായി പറയുന്നത്? അവൾ എങ്ങോട്ട് പോവാൻ? ഇവിടുന്ന് പോയെന്ന് രാത്രി വേദയെ ഞാൻ വിളിച്ചു, കിട്ടിയില്ല. വിക്രമിനെ വിളിച്ചു, അവനൊന്നും പറഞ്ഞില്ല. പിന്നെ അവനെയും കിട്ടാതായി. സംശയം വന്നപ്പോ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി. ശ്രീകാന്ത് വയ്ക്കും, എന്നിട്ട് അവര് പറയുന്നത് കോടതിയിൽ നിന്ന് അവള് പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്നാ. ശ്രീകാന്ത് ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട്. വിക്രമും അവനവിടെ ഉണ്ടായിരുന്നു, പിന്നീട് പുറത്തു പോയതിനു ശേഷം തിരിച്ചു ചെന്നിട്ടില്ലെന്ന്. ശ്രീകാന്തയ്ക്കും ഇത്രയും അറിഞ്ഞിട്ട് അമ്മ എന്താ ഞങ്ങളോട് പറയേണ്ടിരുന്നത്? ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല വർഷ. ഉടൻ തന്നെ വിക്രമിനെതിരെ പോലീസിൽ കേസ് കൊടുക്കണം. മുത്തശ്ശി പറയും, അല്ല ശ്രീകാന്തെ മുത്തശ്ശിയെ പറയാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ. കോടതിയിലെ അവനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് അവളോടുള്ള പക അവൻ തീർത്തതായിരിക്കും. പത്മം പറയും, അതിനവൻ പുറത്തിറങ്ങിയല്ലോ മോനെ. അച്ഛൻ തന്നെയല്ലേ അവനെ പുറത്തേക്ക് ഇറക്കി വിട്ടത്. മുത്തശ്ശി പറയും, ആദ്യം ശങ്കരനോട് സംസാരിക്കാം, എന്നിട്ടാവാം എല്ലാം. ഞാനൊന്ന് പോയി നോക്കിയാലോ? അത് കേൾക്കുമ്പോ മുത്തശ്ശി പറയും, വെറുതെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം വർഷ? ശ്രീകാന്ത് പറയും, മുത്തശ്ശി, നമ്മുടെ വീട്ടിലെ കുട്ടിയെ മിസ്സായിരിക്കുന്നത്. അവൻ ചിലപ്പോ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിലോ? കേൾക്കുമ്പോ പത്മ അങ്ങ് ഞെട്ടും. മുത്തശ്ശി പറയും, മഹാഭാവം പറയില്ലേ ശ്രീകാന്ത്, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതേ. ഹോ, നിങ്ങൾക്ക് പിന്നെ അവനാണല്ലോ പ്രധാനം. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വേദയുടെ അമ്മയും മുത്തശ്ശിയാണോ അതോ അവന്റെയോ? അത് കേൾക്കുമ്പോ അവര് തലതാഴ്ത്തും. വർഷം പറയും, ഞാൻ ആദ്യം നന്ദനൊന്ന് വിളിക്കട്ടെ, അവിടുത്തെ കാര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ പോയിട്ട് വരാം. ബാക്കി അച്ഛനോട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. എന്താ എന്ന് പറഞ്ഞ് അവരെ നോക്കുമ്പോ അവര് മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ വർഷം അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലെ നന്ദിനിയും വിനയനും കൂടെ കിണറ്റുകരയിലാണേ. കറണ്ട് ഇല്ലാത്തോണ്ട് വെള്ളം കോരാണേ. കോരി വിഷവും എടുത്തെടുത്ത് നന്ദിനിയും മടുത്തിട്ടുണ്ട്. ഇനി നീ കോര്. നന്ദിനി പറയും, അയ്യടാ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനും ശ്രീചേർത്തിയും വേണ്ടേ ഇതൊക്കെ ചെയ്യാം. നിങ്ങളൊന്ന് സഹായിക്കൂ വിനയേട്ടാ. നീ വെറുതെ തള്ളാതെ വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ നോക്കേ. നന്ദിനി പറയും, എങ്കിൽ പിന്നെ വെറുതെ ഇരിക്കാതെ നിങ്ങൾക്ക് സ്ഥലക്കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങാൻ പാടില്ലായിരുന്നോ? ശ്രീചേർത്തി ചെയ്തായിരുന്നല്ലോ. അതെങ്ങനെയാ? അപ്പോഴേക്കും അച്ഛന് KCBയുടെ കാര്യം ഏറ്റെടുക്കാൻ പറഞ്ഞില്ലേ? ഇനിയിപ്പോ അകത്ത് ഉണ്ണാൻ ചെല്ലും എന്താ ഉണ്ടാവുകയെന്ന് പറയണ്ടല്ലോ. നന്ദിനി പറയും, അതാ പറയുന്നത്, സ്വന്തമായിട്ടൊരു വീട് വെക്കണം. ഇപ്പൊ മനസ്സിലായോ? ബിഷേട്ടനെ ജോലി സംഘടിപ്പിച്ചു കൊടുത്തതാ പ്രശ്നമായത്. നന്ദിനി പറയും, ഓ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെച്ചനെ. നിങ്ങൾ വർത്താനം പറയാതെ വെള്ളം കോരാൻ നോക്ക്. അങ്ങനെ വെള്ളം കോരുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത്. വിനയനും നന്ദിനിയും അങ്ങോട്ട് നോക്കും. വിനയൻ പറയും, ഏതോ സർക്കാർ വണ്ടിയാണല്ലോ, നീ അമ്മയെ വിളിച്ചേ. അപ്പോ നന്ദിനി വിളിക്കാനായിട്ട് പോകും. ആരാ എന്ന് ചോദിച്ച് വിനയൻ ഉമ്മറത്തേക്ക് ചെല്ലും. സുധാകരൻ മാഷേ, അയ്യോ, അച്ഛൻ പുറത്തേക്ക് പോയല്ലോ. അപ്പോഴേക്കും കമലയും അങ്ങോട്ട് വരും. സാരമില്ല, ജാമ്യം നിന്ന ആളായാലും മതി. കമല സുധാകരൻ, അത് ഞാനാ. അപ്പൊ അവരറിതാ, ഈ കടലാസിലൊന്ന് ഒപ്പിട്ടോളൂ. അപ്പോഴേക്ക് ശ്രീജയും എല്ലാരും വന്നിട്ടുണ്ട്. എന്താ കാര്യം? പേടിക്കാനൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യം ചെയ്തില്ലേ പറ്റോ? വിനയം പറയും, നിങ്ങൾ ആരാന്ന് പറയൂ, എങ്കിലല്ലേ ഒപ്പിടണമെന്ന് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾ ആരാ എന്ന് അവരോദിക്കുമ്പോ, എന്റെ പേര് വിനായകൻ സുധാകരൻ, മകനാണ്. അപ്പൊ അവര് പറയും, ഹോ, അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. ചങ്ങാതി, ഞങ്ങൾ തോട്ടക്കര സഹകരണ ബാങ്ക് എന്നാ. അപ്പോഴേക്കും സൈക്കിളുമായിട്ട് മാഷു അങ്ങോട്ട് എത്തും. പുറത്തുള്ള തോട്ടപ്പടി സഹകരണ ബാങ്ക് എന്നുള്ള ആ പേരോട് കൂടിയുള്ള കാറ് കാണുമ്പോ തന്നെ മാഷെ ആകെ പേടിക്കുന്നുണ്ട്. വേഗത്തില് അകത്തേക്ക് ചെല്ലാണ്. ഗേറ്റ് കടന്ന് പോകുമ്പോ തന്നെ അവര് കാണും, ദാ മാഷ് വന്നല്ലോ. കണ്ടില്ലേ, ആ വരവ് കണ്ടാൽ തന്നെ അറിയാം മാഷിനെ കാര്യം പിടികിട്ടിയെന്ന്. മാഷെ സൈക്കിൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വയ്ക്കും. എന്താ പ്രശ്നം? മാഷ് ഉദ്ദേശിച്ചത് തന്നെ, ജപ്തി. ഇത് കേൾക്കുന്ന മാഷും കമലയും അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോകും. ആ പഴയ ലോണില്ലേ മാഷെ, അത് തന്നെ, അത് ജപ്തിയാക്കി എടുക്കാനുള്ള വിധി വന്നിട്ടുണ്ട്. ദാ ഇവിടെ ഒപ്പിട്ടെ എന്ന് പറഞ്ഞ് ആ ഫയല് കാണിച്ചു കൊടുക്കുക. മാഷാക്ക് പേടിക്കും. ഞാൻ മാനേജറെ കണ്ട്. മാനേജറുടെ കയ്യിലൊന്നും നിൽക്കില്ല മാഷെ. കാര്യങ്ങള് ബാങ്ക് പ്രസിഡന്റും പാർട്ടിയൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള കേസാ. മാഷ് ഒപ്പിട് എന്ന് പറയുമ്പോ മാഷിന് വേറെ നിവൃത്തിയില്ല. ആ പേന വാങ്ങിച്ചിട്ട് സങ്കടത്തോടു കൂടിയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. കമലയ്ക്ക് സങ്കടത്തോടു കൂടെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. നന്ദിനിക്ക് നല്ല ദേഷ്യം വരിക. ഇനിയിപ്പോ ഇത് കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കണം. പുറത്താണോ അകത്താണോ? പുറത്താവാം അല്ലെ മാഷെ? മാഷ ആകെ പേടിച്ചിട്ടുണ്ട്. എന്തൊട്ടിക്കുന്ന കാര്യം? മാഷ് എന്താ ഒന്നും അറിയാത്തവരെ പോലെ ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞതാ മാഷെ. പ്ലീസ് അത് ഒട്ടിക്കരുത്. മാഷെ, എന്തൊക്കെയായി കേൾക്കുന്നത് എന്ന് വെച്ച് കമല കരഞ്ഞുകൊണ്ട് ചോദിക്കുക.
ചട്ടമനുസരിച്ച് ഒട്ടിക്കാതെ പറ്റില്ലല്ലോ മാഷേ. അപ്പൊ വിനയം പറയും, ചേട്ടാ അച്ഛൻ പറയുന്നത് കേൾക്കണം, വെറുതെ നാട്ടുകാരെ അറിയിച്ച് നാറ്റിക്കരുത് സാറേ. അയ്യോ അനിയ, ഒരാഴ്ചക്കുള്ളില് നിങ്ങൾ ഇവിടുന്ന് മാറണമെന്നാ വിധി. അത് കഴിഞ്ഞാലേ ഇടിച്ചു നിരത്തി ഈ സ്ഥലം ബാങ്കിന്റെ പേരിലാവും. അപ്പൊ നാട്ടുകാരെ അറിയില്ലേ. ഇതൊക്കെ കേൾക്കുമ്പോ കമലയാകും സങ്കടത്തിലാകും. അയ്യോ മാഷേ. അപ്പൊ മാഷ് പറയും, അതിനുള്ളില് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം പ്ലീസ്. ഇതിപ്പോ കുഴപ്പമല്ലോ, ഒരു കാര്യം ചെയ്യാം, ഈ തൂണിൽ ഒട്ടിക്കാം, അവിടെ ഒട്ടിക്കടോ. അങ്ങനെ ചെയ്യേ, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ ആ നോട്ടീസ് അവിടെയുള്ള ഒരു തൂണിന്റെ മുകളിൽ ഒട്ടിക്കണ ഒരാള്. പിന്നെ മാഷേ, ഞങ്ങൾ പോയി കളഞ്ഞാലും ഇത് ചീന്തിക്കളയാൻ പാടില്ലെന്നാണ് അർത്ഥം. എന്നാ ശരി വാടോ. ശരി മാഷേ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാണേ. അവരവരുടെ ഡ്യൂട്ടി ചെയ്തു മാത്രം. മാഷേ എന്ന് പറഞ്ഞ് കമലിങ്ങനെ കരയുമ്പോ, കരയില്ലമ്മേ എന്ന് പറഞ്ഞ് ശ്രീജ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നന്ദിനി പറയും, ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? കാര്യങ്ങളെ ചെയ്യേണ്ട സമയത്ത് ആരെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. നന്ദിനി എന്ന് വിനയം വിളിക്കുമ്പോ നന്ദിനി പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും വിനയേട്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ശ്രീജയ്ക്കും, ഈ സമയത്താണോ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത്? നന്ദിനി പറയും, ശ്രീജടുത്തി എനിക്ക് തോന്നിയ കാര്യം പറയാൻ സമയവും സന്ദർഭവും നോക്കേണ്ട കാര്യമില്ല. കുറിക്കാശ് കിട്ടിയപ്പോ മുഴുവനും ബാങ്ക് കൊണ്ടുപോയി അടയ്ക്കാനാണെന്ന് വേദ നുണ പറഞ്ഞപ്പോ ഹോ, എന്തൊരു സ്നേഹമായിരുന്നു എല്ലാവർക്കും. അത് പറ്റില്ല, ഒരു ഷെയർ ഞങ്ങൾ തരാം, ബാക്കി വിശ്വേട്ടനും വിക്രവും കൂടെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ കുറച്ചൊന്നുമല്ല ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് എല്ലാവരും കൂടെ എന്നെയും വിനയേട്ടനെയും ആക്രമിക്കായിരുന്നു. ഒറ്റയ്ക്ക് അടച്ചോളാന്ന് പറഞ്ഞ് ഏറ്റെടുത്തൊരു മകൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി ഇപ്പോ? ഇതിപ്പോ തെരുവിലായപ്പോ എല്ലാവർക്കും ഒപ്പം ഞങ്ങളും തെരുവിലായില്ലേ. മാഷാണെങ്കിൽ എല്ലാം കേട്ട് ഒന്നും പറയാനാവാതെ സങ്കടത്തിലും നല്ല ദേഷ്യത്തിലും നിൽക്കണേ. ശ്രീചരത്തി പറയും, നന്ദിനി ഒന്നും മിണ്ടാതിരിക്കേ. നന്ദിനി പറയും, അഭിമാനവും ദാരിദ്ര്യവും കൂടെ ഒരുമിച്ച് ഓടത്തില്ല. കയ്യില് കാശില്ലായിരുന്നെങ്കിലേ അത് ഒരുമിച്ച് കണ്ടെത്തിയിട്ട് അടയ്ക്കാൻ ശ്രമിക്കണമായിരുന്നു. കമല പറയും, മതി മതി നന്ദിനി, ഈ വീട് ബാങ്കിൽ കൊണ്ടുപോയി പണം വെച്ചത് എനിക്കും മാഷിനു വേണ്ടി മാത്രമായിരുന്നില്ല, ആർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അനുഭവിക്കാൻ ഇപ്പോ എല്ലാവരും ഒരുമിച്ച് വേണ്ടി വന്നില്ലേ. മാഷോട് പറയും, പൂത്ത കാശുള്ള ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇത്തിരി വാങ്ങിച്ചിട്ട് ബാങ്കിലെ കട അടയ്ക്കായിരുന്നില്ലേ. അപ്പൊ അഭിമാനം സമ്മതിക്കുന്നില്ലല്ലേ എന്ന് നോക്കുമ്പോ മാഷിനങ്ങ് ദേഷ്യം വരും. വാടക്കടി. ഇത് കേൾക്കുമ്പോ നന്ദിനി അകം പേടിച്ചു പോവും, എങ്കിലും ദേഷ്യത്തിൽ തന്നെയാണ്. അങ്ങനെ മാഷ് ദേഷ്യത്തില് നന്ദിനിയോട് ഒച്ചയിടുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഭാഗത്തുള്ളത്. പിന്നീട് കാണിക്കുന്ന പ്രൊമോയിലെ വിക്രമും വേദയും കൂടെ ഹണിമൂണിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേദ പറയും, നമുക്ക് അങ്ങനെ ആക്കാന്നേ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ അങ്ങനെ കെട്ടിപ്പിടിക്കും. ശേഷം പിന്നീട് ഗുണ്ടകളുടെ ആക്രമണമുണ്ട്, അതെന്നൊക്കെ അവർ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്